വിജയ് ഹസാരെ ട്രോഫിയിൽ ഇന്നലെ നടന്ന ആദ്യ ക്വാർട്ടർ ഫൈനലിൽ മുംബൈയെ തോൽപ്പിച്ച് കർണാടക സെമി ഫൈനലിൽ കടന്നു. വെളിച്ചക്കുറവ് മൂലം മത്സരം തടസ്സപ്പെട്ട കളിയിൽ നിയമപ്രകാരം 55 റൺസിന്റെ വിജയമാണ് കർണാടക നേടിയത്. ഇത് തുടർച്ചയായ 4-ാം തവണയാണ് കർണാടക വിജയ് ഹസാരെ ട്രോഫിയുടെ സെമിയിൽ എത്തുന്നത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 254 റൺസാണ് നേടിയത്. കർണാടകയുടെ മികച്ച ബൗളിംഗിന് മുന്നിൽ പതറിപ്പോയ മുംബൈ ഷംസ് മുലനിയുടെ 86 റൺസിന്റെ ബാറ്റിംഗ് പ്രകടനത്തിലൂടെയാണ് 254 റൺസിൽ എത്തിയത്. മറുപടി ബാറ്റിംഗിൽ കർണാടകയ്ക്ക് വേണ്ടി മലയാളി താരങ്ങളായ ദേവദത്ത് പടിക്കലും കരുൺ നായരും അർദ്ധ സെഞ്ചുറികൾ നേടി പുറത്താകാതെ നിന്നതോടെ കർണാടക 1 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസിൽ എത്തി. വിജയിക്കാൻ 132 റൺസും 17 ഓവറും ബാക്കി നിൽക്കെ വെളിച്ചക്കുറവ് കാരണം കളി നിർത്തിയ കർണാടകയെ പിന്നീട് വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ദേവദത്ത് പടിക്ക് 81 റൺസും കരുൺ നായർ 74 റൺസുമാണ് നേടിയത്. രണ്ടാം ക്വാർട്ടർ പോരാട്ടത്തിൽ ഉത്തർപ്രദേശിനെ 17 റൺസിന് തോൽപ്പിച്ച് സൗരാഷ്ട്ര വിജയ് ഹസാരെ ട്രോഫിയുടെ സെമി ഫൈനലിൽ കടന്നു. വെളിച്ചക്കുറവ് കാരണം തടസ്സപ്പെട്ട മത്സരത്തിൽ VJD നിയമപ്രകാരമാണ് സൗരാഷ്ട്രയെ വിജയിയായി പ്രഖ്യാപിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത UP 8 വിക്കറ്റിന് 310 എന്ന വമ്പൻ സ്കോറായിരുന്നു നേടിയത്. മറുപടി ബാറ്റിംഗിൽ സൗരാഷ്ട്ര 3 വിക്കറ്റിന് 238 റൺസിൽ നിൽക്കുകയാണ് കളി മുടങ്ങിയത്.